അതിന് പ്രധാനമായും ഈ രണ്ട് കാര്യങ്ങളില്ലേ, കാരണം ഇനി ഈ ഗതാഗത നിയന്ത്രണം എപ്പോൾ വരെയാണ് എന്നുള്ളതിൽ ഒരു ഉറപ്പ് ലഭിക്കുക മാത്രമല്ല, ഈ തകർന്ന ഗർഡറുകൾ അത് ഇനി പുനഃസ്ഥാപിക്കുക എന്നുള്ളതും കൂടിയില്ലേ പ്രധാനപ്പെട്ടത്? തീർച്ചയായും ഈ ഗഡർ മാറ്റിയാൽ മാത്രമേ ഈ രണ്ട് കാര്യങ്ങളും സാധ്യമാകൂ. ഒന്ന്, ഈ നിലംപതിച്ച ഗഡർ അത് പൂർണ്ണമായി അവിടെ നിന്ന് മാറ്റണം. അതിനുശേഷം മാത്രമേ മറ്റുള്ള ഗഡറുകൾ ഉൾപ്പെടെയെല്ലാം തന്നെ അവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. കൂടുതൽ മറ്റ് ഇതിന് പകരമായിട്ടുള്ള മറ്റൊരു ഗഡർ കൊണ്ടുവന്ന് സ്ഥാപിക്കണം. അതിനുശേഷം മാത്രമേ ഇനിയിപ്പോൾ ഗതാഗത നിയന്ത്രണമൊക്കെ പഴയതുപോലെ പുനഃസ്ഥാപിക്കുകയുള്ളൂ. നിലവിൽ ഈ ഒരു അപകടമുണ്ടായ സ്ഥലം പൂർണ്ണമായും പോലീസ് അവിടെ എത്തുകയും പോലീസും ഫയർഫോഴ്സൊക്കെ അവിടെ എത്തുകയും അവിടെ പൂർണ്ണമായും ഈ അപകടമുണ്ടായ സ്ഥലത്ത് അവർ പോലീസ് വിന്യസിച്ചിട്ടുണ്ട്. ഗതാഗതം പൂർണ്ണമായും വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഗഡറുകൾ പൂർണ്ണമായും മാറ്റുക, തകർന്നു വീണ ഗഡറുകൾ മാറ്റുക എന്നതാണ് ഏറ്റവും ശ്രമകരമായ ദൗത്യം. അതിന്റെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഈ ഗഡർ മാറ്റിയ ശേഷം മാത്രമായിരിക്കും ഇനിയുള്ള മറ്റുള്ള ഗഡറുകൾ സ്ഥാപിക്കണം. രണ്ട് ഗഡറുകൾ തെന്നി മാറിയിട്ടുള്ള വിവരം കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതെല്ലാം തന്നെയും കൃത്യമായ യഥാസ്ഥലത്ത് വീണ്ടും അത് കൃത്യമായി അത് സ്ഥാപിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ജാക്കി തെന്നി മാറിയാണ് അപകടം ഉണ്ടാകുന്നതാണ് ഇപ്പോൾ തൊഴിലാളികൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് എങ്ങനെ സംഭവിച്ചതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പരിശോധിക്കേണ്ടി വരും. എന്തായാലും അപകടം എങ്ങനെ ഉണ്ടായി, ഏത് രീതി, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആൾനാശം ഉണ്ടായതടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും ഒരു വ്യക്തത കൂടുതൽ വരേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഈ ഒരു ഗഡർ സ്ഥാപിക്കുമ്പോൾ ജാക്കി തെന്നി വീണാണ് ഈ അപകടം ഉണ്ടായത് എന്നതാണ് ഇപ്പോൾ തൊഴിലാളികൾ പറയുന്നത്. മറ്റുള്ള വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നില്ല. അവർ മറ്റുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നില്ല. എന്തായാലും തൊഴിലാളികൾക്ക് പറയുന്നത് മാത്രമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ ലഭ്യമായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ജാക്കി തെന്നി മാറിയപ്പോൾ ഒരു ഗഡർ പൂർണ്ണമായും നിലംപതിക്കുകയും മറ്റ് രണ്ട് ഗഡറുകൾ ഇത്തരത്തിൽ ഈ തെന്നി മാറി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നതുപോലെ തന്നെ ഈ ഗഡറുകൾ കൃത്യമായി ഉയർത്തി വെച്ചായിട്ടുള്ള ഈ ഗഡറുകളെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയും. നിലംപതിച്ച ഗഡർ പൂർണ്ണമായും അവിടെ ഒരു ഭാഗം ശരിക്കും കുത്തിയാണ് വീണത്. അതായത് ഈ പെക്കുമാന്റെ മുകളിലേക്ക് ചെരിഞ്ഞു കുത്തിയാണ് ആ ഗഡർ വീണത്. ഇപ്പോൾ ആ ഗഡർ പൂർണ്ണമായും താഴേക്ക് നിലംപതിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഗഡർ എടുത്ത് മാറ്റണം. അതിനുശേഷം മാത്രമായിരിക്കും ഗതാഗത നിയന്ത്രണം പൂർണ്ണമായും അവിടെ ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ നിലവിൽ രണ്ട് ഭാഗത്തു നിന്നായി എറണാകുളത്ത് വരുന്ന വാഹനങ്ങളും ആലപ്പുഴ, ട്രിവാൻഡ്രം ഭാഗത്ത് വരുന്ന വാഹനമെല്ലാം തന്നെയും രണ്ട് വഴികളുടെ തീരദേശപാതയിലൂടെ ഇപ്പോൾ വഴിതിരിച്ചു വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് മണിക്കൂറുകൾ നീണ്ട ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ് ഈ ഗഡറുകൾ മാറ്റുക എന്ന് പറയുന്നത്. ഈ തകർന്നു വീണ ഗഡർ മാറ്റിയ ശേഷം മാത്രമായിരിക്കും അതിനുള്ള മറ്റുള്ള നിർമ്മാണ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. എന്തായാലും ഈ ഉരപ്പാത നിർമ്മാണത്തിനിടെയാണ് പുലർച്ചെ 2 മണിയോടെ ഈ ഒരു അപകടം സംഭവിച്ചത്. ഈ അപകടത്തിൽ പിക്കപ്പ് വാൻ പൂർണ്ണമായും തകരുകയും പിക്കപ്പ് വാനുണ്ടായിരുന്ന ഡ്രൈവർ മരിക്കുകയുമായിരുന്നു. 3.5 മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് ഈ പിക്കപ്പ് വാനിൽ നിന്നും ഡ്രൈവറെ പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഈ അരൂർ ദേശീയപാതയിൽ ചന്ദരൂർ ഭാഗത്ത് ഉണ്ടായത്. ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് ഈ ഒരു പിക്കപ്പ് വാന് മുകളിലേക്ക് ഗഡർ വീണ് ദാരുണമായ ഒരു അതിദാരുണമായ ഒരു അപകടം സംഭവിച്ചത്. ഇപ്പോൾ ഈ രാജേഷ് എന്നയാളാണ് മരിച്ചത്. ഇയാളുടെ മൃതദേഹം ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 2 ക്രെയിനുകൾ എത്തിച്ച് 3.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിന് ശേഷമാണ് ഈ ഡ്രൈവറുടെ മൃതദേഹം പിക്കപ്പ് വാനിൽ നിന്നും പുറത്തേക്കെടുക്കാൻ കഴിഞ്ഞത്. പിക്കപ്പ് വാൻ പൂർണ്ണമായും തകർന്നതിലും പ്രത്യേകിച്ച് ഈ ഡ്രൈവർ ഇരിക്കുന്ന പിക്കപ്പ് വാന്റെ മേഖലയിലേക്ക് ആ ഒരു ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്കായിരുന്നു നേരെ കുത്തനെ ഈ ഒരു ഗഡറിന്റെ ഭാഗം വന്ന് വീഴുന്ന സാഹചര്യം ഉണ്ടായത്. വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. അത് ഒരുപക്ഷെ ഇതിനെ അനാസ്ഥ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഈ ഗഡറുകൾ സ്ഥാപിക്കുമ്പോൾ റോഡിലെ ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ വഴിതിരിച്ചു വിടുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കാരണം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു സമയത്ത് ആ ഭാഗത്തൂടെ ഈ പിക്കപ്പ് വാൻ കടന്നു പോകില്ലായിരുന്നു. അതായത് ഈ പിക്കപ്പ് വാൻ കടന്നു പോകുമ്പോൾ കൃത്യം തന്നെ ആ ഗഡർ വീഴുകയും ആ ഡ്രൈവർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയുമായിരുന്നു. എന്തായാലും അതിനെ അനാസ്ഥ എന്ന് തന്നെ ഇപ്പോൾ നിലവിൽ പറയേണ്ടി വരും.